നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിപുലീകരിച്ചതിനു ശേഷം ഇടതുമുന്നണിയുടെ ആദ്യ യോഗം ഇന്ന്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നവോത്ഥാന വനിതാ മതിലിന്റെ തുടർച്ചയും ചർച്ച ചെയ്യും. സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. 2004 സമാന സാഹചര്യമെന്നാണ് CPM നേതൃത്വം വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി തലത്തിൽ CPM-ഉം CPI-യും ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും മണ്ഡലതലത്തിലും തെരഞ്ഞെടുപ്പ് ശില്പശാലകൾ പൂർത്തിയാക്കിയ CPM ബൂത്ത് തല ശില്പശാലകളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ CPI പാർട്ടി ക്ലാസുകളും തുടങ്ങി. മുന്നണി എന്ന നിലയിലുള്ള തയ്യാറെടുപ്പുകൾക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും ഇന്നത്തെ യോഗം പ്രാഥമിക രൂപം നൽകും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനതല പ്രചരണ ജാഥ നടത്തും. ഫെബ്രുവരി ആദ്യം ജാഥ ആരംഭിക്കാനാണ് ആലോചന. ശബരിമല സ്ത്രീ പ്രവേശനം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന കണക്കുകൂട്ടലിൽ അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് മുന്നണി രൂപം നൽകും. സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കാനുള്ള ചുവടുവയ്പായി ശബരിമല സ്ത്രീ പ്രവേശനത്തെ മുന്നണി ഉയർത്തിക്കാട്ടും. വനിതാ മതിലിന് ലഭിച്ച സ്വീകാര്യതയും LDF-ന് ആത്മവിശ്വാസം നൽകുന്നു. വനിതാ മതിലിലൂടെ പിന്നാക്ക സാമുദായിക സംഘടനകളുമായി അടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ അടുപ്പം നിലനിർത്താനായാൽ NSS ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. സീറ്റ് വിഭജന ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ലെങ്കിലും വൈകാതെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. INL, കേരള കോൺഗ്രസ് B, ജനാധിപത്യ കേരള കോൺഗ്രസ്, ലോക് താന്ത്രിക് ജനതാദൾ എന്നീ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്ന ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്നത്തേത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ UDF യോഗം ഇന്ന് ചേരും. മുന്നണി പ്രവേശനത്തിനായി വിവിധ ചെറുകക്ഷികൾ കത്ത് നൽകിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണവും UDF യോഗത്തിൽ ചർച്ചയാകും. PC ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിനെ ലീഗും മാണിയും എതിർത്തേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ആലോചനയാണ് UDF യോഗത്തിന്റെ മുഖ്യ അജണ്ട. കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും RSPയും അടക്കം പഴയ മണ്ഡലങ്ങളിൽ മത്സരിക്കും. വീരേന്ദ്രകുമാർ മത്സരിച്ചിരുന്ന പാലക്കാട് കോൺഗ്രസ് ഏറ്റെടുക്കും. പതിവിന് വ്യത്യസ്തമായി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചരണം ആരംഭിക്കാനാണ് UDF നീക്കം. വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ള കോൺഗ്രസും ഇത്തവണ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണവും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. PC ജോർജ്, കാമരാജ് കോൺഗ്രസ്, JSSലെ രാജൻ ബാബു വിഭാഗം എന്നീ ചെറുകക്ഷികൾ UDF സഹകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന പൊതുവികാരം UDF-നകത്തുണ്ട്. പക്ഷേ PC ജോർജിന്റെ കാര്യത്തിൽ എതിർപ്പുയരും. ലീഗിലെ ഒരു വിഭാഗവും കേരള കോൺഗ്രസും PC ജോർജിനെ സഹകരിപ്പിക്കുന്നതിനെ തുറന്ന് എതിർക്കും. എതിർപ്പ് അവഗണിച്ച് PC ജോർജിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഹകരണമാകാം എന്നതാണ് കോൺഗ്രസ് നിലപാട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ പരമാവധി വേദിയിലെത്തിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാനാണ് UDF-ന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. LDF-ലും പിന്നെ UDF-ലും പ്രവർത്തിച്ചിരുന്നു PC ജോർജ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചീഫ് വിപ്പ് ആയിരുന്ന PC ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാണ് പൂഞ്ഞാറിൽ വിജയിച്ചത്. NDAയിലേക്ക് പോകുന്നുവെന്ന സൂചനകളാണ് ഇക്കഴിഞ്ഞ ദിവസം വരെ PC ജോർജ് നൽകിയിരുന്നത്. അതിനിടെയാണ് അപ്രതീക്ഷിതമായി UDF-ലേക്ക് ചേക്കേറാനുള്ള നീക്കം. ജോർജിന്റെ തിരിച്ചുവരവിനെ പല്ലും നഖവും ഉപയോഗിച്ച് മാണിയും ലീഗിലെ ഒരു വിഭാഗവും എതിർക്കുമെന്നുറപ്പാണ്. ഇവരെ അനുനയിപ്പിച്ച് ജോർജിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ? മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാനുള്ള UDF യോഗം ഇന്ന് നടക്കാനിരിക്കെ PC ജോർജിനെ UDF ഉൾക്കൊള്ളുമോ എന്ന ചോദ്യം തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. PC ജോർജിനെ UDF ഉൾക്കൊള്ളുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. 7:30 മുതൽ വിളിക്കേണ്ട നമ്പർ 0471 66 15 881. മറ്റു വാർത്തയിലേക്ക്. ആലപ്പാട്ടെ ഖനന വിരുദ്ധ സമരസമിതിയുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വ്യവസായ മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിലാണ് ചർച്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിലാണ് സമരസമിതിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഖനനം തുടരാനും സീ വാഷിംഗ് നിർത്താനുമാണ് ഇന്നലെ ജനപ്രതിനിധികളുടെ ചർച്ചയിൽ ധാരണയായത്. ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ ഏജൻസിയെ നിയോഗിക്കാനും തീരുമാനമുണ്ട്. സമരസമിതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യങ്ങളിൽ അന്തിമ നിലപാട് സർക്കാർ പ്രഖ്യാപിക്കുക. ഒരു പ്രദേശത്തിന്റെയും ജനതയുടെയും അതിജീവനത്തിനുള്ള സമരമാണ് ആലപ്പാട് നടക്കുന്നത്. കടലെടുത്ത് തീരുന്ന ആലപ്പാടിന്റെ നിലനിൽപ്പിനായി അവിടുത്തെ ജനങ്ങൾക്കൊപ്പം
കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും പുരോഗമനാശയക്കാരും ഒന്നിച്ചു നിൽക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് ആലപ്പാടിന്റെ പ്രശ്നപരിഹാരം അതിപ്രധാനമാണ്. വികസനം തടസ്സപ്പെടുത്താനും ഖനനം നിർത്താനും കഴിയില്ലെന്ന് വ്യവസായ മന്ത്രി ശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. 65 വർഷമായി ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് നടത്തുന്ന ഖനനം നിർത്തുക എന്നതാണ് ആലപ്പാട് സമരക്കാരുടെ ആവശ്യം. ഇന്ന് വ്യവസായ മന്ത്രിക്ക് മുന്നിൽ ചർച്ചയ്ക്കെത്തുകയാണ് ആലപ്പാട്ടുകാർ. കേരളം അറിയാൻ കാത്തിരിക്കുന്നതും ഇതുതന്നെ. ആലപ്പാട് സമരത്തിന് ഇന്നത്തെ ചർച്ചയിലൂടെ പരിഹാരമാകുമോ? KSRTC തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ലേബർ കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ചർച്ച. പണിമുടക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകില്ല. എന്നാൽ KSRTC MD ടോമിൻ തച്ചങ്കരിക്കെതിരെ സംഘടനാ പ്രതിനിധികൾ കമ്മീഷണർക്ക് പരാതി നൽകും. തൊഴിൽ നിയമങ്ങൾ KSRTCയിൽ പാലിക്കപ്പെടുന്നില്ലെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പരാതി. രാവിലെ 10 മണിക്ക് കമ്മീഷണർ ഓഫീസിലാണ് ചർച്ച. എല്ലാ കാലവും KSRTCയിലെ വലിയ പ്രശ്നങ്ങൾ നഷ്ടവും ജീവനക്കാർ ഉയർത്തുന്ന വെല്ലുവിളിയുമാണ്. ഒരു വശത്ത് നഷ്ടവും ചെലവുകളും വർദ്ധിക്കുന്നു, മറുവശത്ത് ശമ്പളവും ആനുകൂല്യങ്ങളും ജോലിയിലെ പ്രശ്നങ്ങളും ഉയർത്തി ജീവനക്കാരും. നഷ്ടമാണെങ്കിൽ അടച്ചുപൂട്ടിക്കൂടെ എന്ന് ചോദിക്കേണ്ട സാഹചര്യം സുപ്രീം കോടതിക്ക് വരെയുണ്ടായി. ജീവനക്കാരുടെ സംഘടനകൾ ഇന്നലെ അർദ്ധരാത്രി ആരംഭിക്കേണ്ടിയിരുന്ന സമരം ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് മാറ്റിവച്ചിരിക്കുന്നു. പക്ഷേ പ്രശ്നം അവസാനിക്കുന്നില്ല. ശമ്പളം, ഡ്യൂട്ടി പരിഷ്കരണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളിൽ നിന്ന് ജീവനക്കാർ പിന്നോട്ടു പോകുന്ന ലക്ഷണവുമില്ല. വരുമാനം കൂടിയാൽ മാത്രം ശമ്പള പരിഷ്കരണം എന്ന നിലപാടിലുറച്ച് MD ടോമിൻ തച്ചങ്കരി മറുവശത്തും. സമരമുണ്ടായാൽ പെരുവഴിയിലാവുക ജനമാണ്. ഇന്നത്തെ ചർച്ചയിൽ പരിഹാരമാകുമോ? കേരളത്തിന് ഇന്നറിയേണ്ട കാര്യം ഇതാണ്. KSRTC സമരം എങ്ങോട്ട്? കർണാടകയിൽ രാഷ്ട്രീയ നാടകം തുടരുന്നതിനിടെ MLA-മാർക്ക് കർശന മുന്നറിയിപ്പുമായി കോൺഗ്രസ്. നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാത്ത MLA-മാരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കുമെന്നാണ് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുന്നറിയിപ്പ്. അതിനിടെ സംസ്ഥാനത്ത് നടക്കുന്നത് കുതിരക്കച്ചവടമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് ദൾ സഖ്യവും BJPയും രംഗത്തെത്തി. 2 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചതോടെയാണ് കർണാടകത്തിലെ കോൺഗ്രസ് ദൾ സർക്കാരിൽ പ്രതിസന്ധി രൂക്ഷമായത്. അതിനിടെ കോൺഗ്രസ് MLA-മാരും BJP പാളയത്തിലുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് തടയിടാനാണ് MLA-മാർക്ക് കർശന മുന്നറിയിപ്പുമായി മുൻ മുഖ്യമന്ത്രി കൂടിയായ സിദ്ധരാമയ്യ രംഗത്തെത്തിയത്. നാളെ ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാത്ത MLA-മാരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കുമെന്നും പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 6 മാസമായി കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നാണംകെട്ട കളിയാണ് BJP കളിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. നാളെ വൈകിട്ട് 3:30 വിധാൻ സൗദിലാണ് നിയമസഭാ കക്ഷിയോഗം. കോൺഗ്രസ് MLA-മാർ BJPക്കൊപ്പമുണ്ടെന്ന മുറുമുറുപ്പുകൾ ദളിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വിളിക്കാൻ തീരുമാനിച്ചത്. അതിനിടെ സംസ്ഥാനത്ത് നടക്കുന്നത് കുതിരക്കച്ചവടമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് ദൾ സഖ്യവും BJPയും രംഗത്തെത്തി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കർണാടക നാണം കെട്ട രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാവുകയാണ്. MLA-മാരെ റാഞ്ചുകയും മോഹന വാഗ്ദാനങ്ങൾ നൽകി തിരിച്ചെത്തിക്കുന്നതും ജനം കാണുന്നു. കർണാടകയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രം ഇത്തരത്തിൽ തന്നെയായിരുന്നു. റിസോർട്ടിലെ ഒളിപ്പിച്ച് താമസിപ്പിക്കലും കോടികൾ ഒഴുക്കലും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. DK ശിവകുമാർ എന്ന രാഷ്ട്രീയ തന്ത്രശാലിയുടെ നീക്കമാണ് ഇക്കുറി കോൺഗ്രസിന് അധികാരം സമ്മാനിച്ചത്. ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ DK ശിവകുമാർ അടക്കമുള്ളവർ രാജിക്ക് തയ്യാറാകുന്നു. സർക്കാരിനെ നിലനിർത്തുകയാണ് ലക്ഷ്യം. കുതിരക്കച്ചവട ആരോപണം പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷവും ഉയർത്തുമ്പോൾ ആരുടെ വാദമാണ് ശരി? കർണാടകയിൽ കുതിരക്കച്ചവടം നടത്തുന്നതാര് എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന ജല്ലിക്കെട്ടിൽ പരിക്കേറ്റവരുടെ എണ്ണം 100 കടന്നു. ആവണിയാപുരത്തും പാലമേടുമായി നടന്ന ജല്ലിക്കെട്ടുകളിലാണ് കാളകളുടെ കുത്തേറ്റ് 100ഓളം പേർക്ക് പരിക്കേറ്റത്. പാലമേട് ജല്ലിക്കെട്ടിൽ മാത്രം 500 കാളകളാണ് അണിനിരുന്നത്. ഏറ്റവും അധികം കാളകളെ കീഴടക്കുന്ന വീരന് ഒമ്നി വാനായിരുന്നു സമ്മാനം.
രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് സ്വർണമാലയും. ആവണിയാപുരത്ത് 24കാരനായ തിരുനാവക്കരശും പാലമേട് 27കാരനായ പ്രഭാകരനും മത്സരത്തിൽ വിജയികളായി. 7 കാളകളെ വീതമാണ് ഇവർ കീഴടക്കിയത്. പക്ഷേ കാളകളെ കീഴടക്കാനിറങ്ങി കുത്തേറ്റു വീണ 100ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാളക്കൊമ്പുകൾ ശരീരത്തിൽ ആഴത്തിൽ തറച്ചു കയറിയ 21 പേരുടെ നില ഗുരുതരമാണ്. More than 878 bull tamers are participating in the Jallikattu function. We have made elaborate arrangements. Our medical team on health side 10 medical teams with the special teams on 3 with the ortho, surgeon and anesthetist. ആയിരക്കണക്കിന് ആളുകളാണ് മത്സരം കാണാൻ തടിച്ചുകൂടിയത്. 2014 സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചിരുന്നു. തുടർന്ന് തമിഴകത്തെങ്ങും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. കോടതി വിധി മറികടക്കാൻ തമിഴ്നാട് സർക്കാരിന് ഓർഡിനൻസ് കൊണ്ടുവരേണ്ടി വന്നു. കർണാടകയിൽ കാലികളെ തീയിൽ കൂടി ഓടിക്കുന്ന ക്രൂരമായ ചടങ്ങിനെതിരെ മൃഗസ്നേഹികൾ രംഗത്തെത്തി. പതിറ്റാണ്ടുകളായി മകരപ്പൊങ്കൽ കാലത്ത് നടന്നുവരുന്ന ആചാരമാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബിസിസിഐക്ക് സുപ്രീം കോടതിയിൽ ഇന്ന് നിർണായക ദിനം. ലോധ സമിതി റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിനോദ് റായ് അധ്യക്ഷനായ ഇടക്കാല ഭരണസമിതിയുടെ സ്ഥിതിവിവര റിപ്പോർട്ട് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ബിസിസിഐ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നടപടിക്രമങ്ങളും കോടതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ലോധ സമിതി റിപ്പോർട്ട് പല അസോസിയേഷനുകളും നടപ്പാക്കാത്ത സാഹചര്യത്തിൽ കടുത്ത നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബിസിസിഐ സിഇഒ രാഹുൽ ജോഹ്രിക്കെതിരായ മീറ്റു ആരോപണത്തിൽ അന്വേഷണ റിപ്പോർട്ട് പരസ്യമാക്കണമെന്ന ഹർജിയും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ബ്രെക്സിറ്റ് കരാർ തള്ളിയതിന് പിന്നാലെ അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് 306-നെതിരെ 325 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. ബ്രെക്സിറ്റ് കരാർ വൻ ഭൂരിപക്ഷത്തിൽ നിരാകരിക്കപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ നേതാവ് ജെറമി കോർബിൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന്റെ ഭാഗമായി സർക്കാർ അവതരിപ്പിച്ച ബ്രെക്സിറ്റ് കരാർ പാർലമെന്റ് 3-2 ഭൂരിപക്ഷത്തോടെ തള്ളിയിരുന്നു. ഇത് മേയുടെ ഭരണ തുടർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വം ഉയർത്തി. 100 വർഷത്തിനിടെ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പൊതുസഭയിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയമായിരുന്നു ഇത്. ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നത്. 118 ഭരണകക്ഷി കൺസർവേറ്റീവ് എംപിമാർ ബ്രെക്സിറ്റിനെ എതിർത്ത് വോട്ട് ചെയ്തെങ്കിലും അവിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രിയെ പിന്തുണച്ചു. ഇതോടെ അവിശ്വാസം തെരേസ മേ അതിജീവിക്കുകയായിരുന്നു. ഇത് അതിജീവിച്ചതോടെ അടുത്തയാഴ്ച മാറ്റങ്ങളോടെ പുതിയ കരാർ മേ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തയിലേക്ക്. ഇടപ്പള്ളി ദേശീയപാതയ്ക്കായി വീണ്ടും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. പ്രതിഷേധം ശക്തമാക്കി സമരസമിതിയും നാട്ടുകാരും. ദേശീയപാത 66-ൽ മൂത്തകുന്ന് മുതൽ ഇടപ്പള്ളി വരെ 23.5 കിലോമീറ്ററാണ് വീതി കൂട്ടുന്നത്. ഇടപ്പള്ളി ദേശീയപാതയ്ക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതോടുകൂടി പ്രതിഷേധവുമായി നാട്ടുകാരും സമരസമിതിയും രംഗത്തെത്തി. ഏറ്റെടുത്ത 35 മീറ്ററിൽ ദേശീയപാത നിർമ്മിക്കുക, അല്ലെങ്കിൽ 10 മീറ്റർ എലിവേറ്റഡ് പാത നിർമ്മിക്കുക, ദേശീയപാതയ്ക്കായി നേരത്തെ സ്ഥലം ഏറ്റെടുത്ത് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സമരസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുന്നുമാവിൽ തീമതിൽ തീർത്തു. ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ ഈ പ്രതിഷേധത്തെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ തീരുമാനത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഏകാധിപത്യ രീതിയിൽ ഭൂമി പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ഈ പാത BOT കൊള്ളപ്പാതയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ്. അത് സർക്കാർ തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേശീയപാതയുടെ വീതി 45 മീറ്റർ ആക്കുന്നതിന്റെ ഭാഗമായി കോട്ടപ്പുറം പാലം മുതൽ അളന്ന് സർവേ കല്ലുകൾ സ്ഥാപിച്ചു. ഡെപ്യൂട്ടി കളക്ടറും ദേശീയപാത വികസന അതോറിറ്റി ഉദ്യോഗസ്ഥരും 10 ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കും. 7 അടി വെള്ളം പൊങ്ങിയ സ്ഥലത്താണ് ഹൈവേ 4 വരി പണിയാൻ പോണത്. 7 അടി വെള്ളം പൊങ്ങിയ സ്ഥലത്ത് അടുത്ത പ്രളയത്തിന് എന്തായിരിക്കും ആ റോഡിൻ്റെ സ്ഥിതി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട്. വരാപ്പുഴ വരാൻ പോകുന്ന ടോളിൻ്റെ പങ്ക് കൊതിച്ചിട്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും മിണ്ടാത്തത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഡിസംബറിൽ നടന്ന സർവേ നടപടികൾ പ്രദേശവാസികൾ തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് നടപടികൾ തുടങ്ങിയത്. മാർച്ച് 31-നകം സ്ഥലം അളന്നു തിരിക്കണം. അതോടൊപ്പം നഷ്ടപരിഹാരം നിശ്ചയിച്ച് ഡെപ്യൂട്ടി കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. മുന്നണി പ്രവേശനം ചർച്ച ചെയ്യാൻ ഇന്ന് UDF യോഗം ചേരുകയാണ്.
PC ജോർജിന്റെ തിരിച്ചുവരവിനെ പല്ലും നഖവും ഉപയോഗിച്ച് മാണിയും ലീഗിലെ ഒരു വിഭാഗവും എതിർക്കുമെന്ന് ഉറപ്പുള്ള കാര്യം കൂടിയാണ്. ഇവരെ അനുനയിപ്പിച്ച് PC ജോർജിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ? മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാനുള്ള UDF യോഗം ഇന്ന് നടക്കാനിരിക്കെ PC ജോർജിനെ UDF ഉൾക്കൊള്ളുമോ എന്ന ചോദ്യം തന്നെയാണ് ന്യൂസ് 18 പൊതുവേദി ഉന്നയിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0471661581. ഹാഷിം എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഹാഷിം, എന്താണ് പറയാനുള്ളത്? PC ജോർജിനെ UDF എടുത്താൽ UDF നല്ലതായിരിക്കും. അതിൽ ഒന്നും പറയാനില്ല. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് മനസ്സിലായില്ല, ഇടത് വലത് BJP മുന്നണി തറപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇന്ന് മത്സരിച്ചു. ഇതിന്റെ മുമ്പ് UDF കൂടെ ഇരുന്ന കാലത്ത് പറഞ്ഞോളൂ കേൾക്കാം. ഇതിന്റെ മുമ്പ് മാണിയുടെ കൂടെ ഇരുന്ന സമയത്ത് പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എല്ലാം നല്ലപോലെ പണിയെടുത്ത ഒരു നേതാവാണ് PC ജോർജ്. അവിടെയൊക്കെ UDF നല്ല മുന്നേറ്റമാണ് ഉണ്ടായേക്കുന്നത്. പുള്ളി പിന്നെ തെറ്റ് കണ്ടാൽ സ്വന്തം അപ്പനാണേലും വിളിച്ചു പറയും തെറ്റാണ്. ശരി, നന്ദി ഹാഷിം പ്രതികരിച്ചതിന്. പാലക്കാട് നിന്ന് റഫീഖ് എന്ന പ്രേക്ഷകൻ ചേർന്നു. റഫീഖിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും UDF ചേരും എന്നുള്ളതാണ് പ്രതീക്ഷ. PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി കെ മാണിയുടെ വലങ്കൈയാണ്. അവർ തമ്മിൽ കളിച്ച ഏറ്റവും വലിയ നാടകമാണ് ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുക്കെ കണ്ടത്. ഇനി അവർ ഒന്നാകും എന്നുള്ളത് തീർച്ചയായും ഒന്നായിരിക്കും. അതിൽ യാതൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എതിർക്കുന്നു എന്ന് പറയുന്നതൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളാണ്. അതെല്ലാം മറന്നുകൊണ്ട് അവർ ഒന്നാവും. അവർ ഒരേ ടീം ആളുകളാണ്. ഇത്രയും കാലം കളിച്ചത് അവരുടെ നാടകമായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. ശരി, നന്ദി റഫീഖ് പ്രതികരിച്ചതിന്. പിണറായിൽ നിന്ന് പ്രേമൻ എന്ന പ്രശ്നം ചേരുന്നു. പ്രേമൻ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുന്നണി വിപുലീകരണം കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ന് UDF യോഗം ചേരുന്നത്. അതുകൊണ്ട് ഘടകകക്ഷികളുമായി ചെറുകക്ഷികളുമായി കൂട്ടുകൂടാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. പക്ഷെ PC ജോർജിനെ UDF നേതൃത്വം ഉൾക്കൊള്ളാനുള്ള സാധ്യത തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും PC ജോർജിനെ UDF എടുത്താൽ അത് UDF നഷ്ടക്കച്ചവടം എന്നല്ലാതെ ഒരു ലാഭക്കച്ചവടം ഉണ്ടാവില്ല. കാരണം PC ജോർജ് എന്ന് പൊതുസമൂഹത്തിൽ PC ജോർജിനെ മനസ്സിലാക്കുന്ന ഒരാളും ഈ മുന്നണിയിൽ പ്രവേശനമായിട്ട് ഏത് മുന്നണിയിലും എടുക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം പല വിവാദ നായകനാണ് PC ജോർജ്. അതുകൊണ്ട് UDF എടുത്തുകൊണ്ട് UDF ഒരു തരത്തിലും അതിന് ഗുണം ചെയ്യും എന്ന് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം ഇത് ഫ്രാങ്കോ മുളക്കലിനെതിരായിട്ടുള്ള ആ സമര സ്ത്രീകളുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് PC ജോർജ് നടത്തിയുള്ള പ്രസ്താവനകള്, അങ്ങനെ ഒട്ടനവധി വിവാദ പ്രസ്താവനകൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മുന്നണിയിൽ എടുക്കാതിരിക്കാൻ കാരണം PC ജോർജിനെ, കാരണം പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ള പ്രസ്താവനകൾ, അതെല്ലാം കൊണ്ട് തന്നെ PC ജോർജ് ഒരു മുന്നണിയിലും എടുത്തു കഴിഞ്ഞാൽ ആ മുന്നണി PC ജോർജിനെ കെട്ടിപ്പോരുന്നതിന് സമതുല്യമായിരിക്കും എന്നുള്ളതുകൊണ്ട് UDF ഒരു ഗുണവും ചെയ്യില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, പിണറായിൽ നിന്ന് പ്രേമനാണ് പ്രതികരിച്ചത്. കൊല്ലത്ത് നിന്ന് അബ്ദുൽ ഖാദർ എന്ന പ്രേക്ഷകൻ. അബ്ദുൽ, ഇതിനോടകം തന്നെ ലീഗും മാണിയും PC ജോർജ് വരുന്നതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ എതിർപ്പെല്ലാം അവഗണിച്ച് PC ജോർജിനെ മുന്നണിയിലേക്ക് എടുക്കാനുള്ള ഒരു നീക്കം UDFന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുമോ? സാറേ, ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കാണ്. ഹെഡ് പോസ്റ്റ് റിട്ടയർഡ് ഹെഡ് പോസ്റ്റ് മാനാണ്. ശരി, PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉള്ള കാര്യങ്ങൾ അപ്പോഴപ്പോഴും തുറന്നു പറയുന്നത് ഒരു നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം ഉള്ള കാര്യങ്ങൾ അപ്പോഴപ്പോഴും തുറന്നു പറയുന്ന ഒരു നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് യാതൊരു വിധമായ ഇതും കൂടെ അദ്ദേഹത്തിന് ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ശരി, നന്ദി അബ്ദുൽ ഖാദർ പ്രതികരിച്ചതിന്. കാസർഗോഡ് നിന്ന് സജി എന്ന പ്രേക്ഷകൻ ചേർന്നു. സജിക്ക് എന്താണ് പറയാനുള്ളത്? PC ജോർജിന്റെ പഴയകാല പ്രവർത്തനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സരിത വിഷയത്തിലായാലും മാണി സാറിന്റെ കോഴ വിഷയത്തിലായാലും എല്ലാ കാര്യത്തിലും UDF നിന്നുകൊണ്ട് തന്നെ UDF-നെതിരായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം LDF നിൽക്കുമ്പോൾ LDF-നെതിരായിട്ട് വർത്തമാനം പറഞ്ഞു, UDF നിൽക്കുമ്പോൾ UDF-നെതിരായിട്ട് വർത്തമാനം പറഞ്ഞു. ഇപ്പൊ കുറച്ചു മുമ്പ് പട്ടേലിന്റെ പ്രതിമയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് BJP-യുടെ കൂടെ ചേരാൻ നിന്നു. അതിനുശേഷം ഇപ്പൊ ഫ്രാങ്കോ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഫ്രാങ്കോയുടെ കൂടെ നിന്നു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരാണോ വിവാദ നായകന്റെ കൂടെ നിന്ന് അദ്ദേഹം പേരെടുക്കുക, കൂടെ നിൽക്കുന്നവരെ തന്നെ അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ്. അദ്ദേഹത്തെ UDF എടുത്തു കഴിഞ്ഞാൽ UDF കുറച്ചും കൂടി നാറും എന്നല്ലാണ്ട്
UDF യാതൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ശരി, നന്ദി. സജി പാലയിൽ നിന്ന് അനീഷ് എന്ന പ്രേക്ഷകൻ. അനീഷ്, PC ജോർജിനെ മുന്നണിയിലേക്ക് എടുത്തതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഈ തെരഞ്ഞെടുപ്പിലായാലും നേതൃത്വത്തിനുണ്ടാകില്ല. അതുകൊണ്ട് PC ജോർജിനെ ഉൾക്കൊള്ളില്ല എന്ന ഒരഭിപ്രായമാണോ അനീഷിന് പറയാനുള്ളത്? PC ജോർജിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. ഇന്നലെ വരെ BJP-യോട് ബന്ധം കൂടാൻ പോയി. അതിനു മുമ്പ് പല മേഖലകളിലും ബന്ധം കൂടാൻ പോയി. പിന്നെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് ഉമ്മൻചാണ്ടിയും 20 കള്ളന്മാരും എന്നാ പറഞ്ഞു. ആലിബാബയും 40 കള്ളന്മാരും പോലെ ഉമ്മൻചാണ്ടി 20 കള്ളന്മാരും. ബെന്നി ബെഹനാനെ കുറിച്ച് പറഞ്ഞത് ബെന്നി ബെഹന UDF കൺവീനർ ആയിരിക്കുന്നിടത്തോളം കാലം PC ജോർജിനെ UDF-ൽ എടുക്കാൻ ഒരു സാധ്യതയില്ല. എടുത്താൽ അത് UDF-ന്റെ അപജയമായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, നന്ദി അനീഷ്. ഗുജറാത്തിൽ നിന്ന് വിശ്വനാഥൻ എന്ന പ്രേക്ഷകൻ. വിശ്വനാഥൻ, എന്താണ് പറയാനുള്ളത്? അത് പറയാനുള്ളത് PC ജോർജിനെ മുന്നിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എല്ലാ ഉപാധികളോടും കൂടി ആയിരിക്കണം. പുള്ളി മറുകണ്ഠം ചാടി നടക്കുന്ന ഒരു പാർട്ടിയാണ്. അത് പറഞ്ഞോളൂ. എല്ലാ കാര്യങ്ങൾക്കും ഒരു എടുത്തുചാട്ടം നടത്തി പല കാര്യങ്ങളും ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. പക്ഷെ ആള് കുഴപ്പമില്ല. ആള് ഇത് പൊതുജന ഇതിനായിട്ടുള്ള ഇതിനൊക്കെ മിടുക്കനാണ്, കുഴപ്പമില്ല. ഈ ഒരു കാര്യമുള്ള എല്ലാ ഉപാധികളോടും കൂടി ഇപ്പൊ മറുകണ്ഠം ചാടാനുള്ള വക കൊടുക്കാതിരിക്കാനുള്ള രീതിയിൽ ഏർപ്പാടാക്കണം. എടുക്കുന്നതിൽ കുഴപ്പമില്ല. ശരി, നന്ദി വിശ്വനാഥൻ. തിരുവനന്തപുരത്ത് നിന്ന് നെയ്സാം എന്ന പ്രശ്നം ചേരുന്നു. നെയ്സാം, എന്താണ് പറയാനുള്ളത്? ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ കള്ളനാണ് PC ജോർജ്. അതിന് 2 ഉദാഹരണങ്ങൾ പറയാം. EK ബാലൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രി പട്ടികജാതിക്കാരനല്ലാന്ന് അദ്ദേഹം തെളിയിച്ചിട്ടേ ബാക്കിയുള്ള ജോലിയുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് കല്യാൺ 6-നെ പറ്റി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അന്നത്തെ DGP-യുമായിട്ട് സംസാരിച്ചതിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് പത്രത്തിൽ ഫ്രണ്ട് ഷീറ്റ് കാണിച്ചു. ഇതുവരെ അദ്ദേഹം കാണിച്ചോ? ഇതുവരെ ഈ 2 കാര്യം ചെയ്തു. അതുപോലെ ഓരോരുത്തരെ പറ്റി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അവരിൽ നിന്ന് കാശ് മേടിക്കുക, അല്ല ഇരട്ടി കാശ് മേടിക്കുക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇരട്ടി എന്റെ തെളിവുണ്ട്, എന്റെ CD ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് തെളിവുകൾ കാണിക്കുക. 5 പൈസ ഒരു അഴിമതി അദ്ദേഹം ഇതുവരെ തെളിയിച്ചിട്ടില്ല. എല്ലാ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളിൽ CD ഉണ്ട്, എന്റെ രേഖയുണ്ട് എന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് ഇതേ കണക്ക് പൈസ മേടിക്കുന്ന ഏറ്റവും വലിയൊരു സൂപ്പർ കള്ളനാണ് അദ്ദേഹം. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ AK ബാലൻ പട്ടികജാതിക്കാരൻ അയാൾ തെളിയില്. ശരി, നന്ദി നെയ്സാം പ്രതികരിച്ചതിന്. ഫിറോസ് ചേരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഫിറോസ്, തെരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളുടെ സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ഒരു തീരുമാനത്തിലാണ് UDF നേതൃത്വമുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PC ജോർജിനെ മുന്നണിയിലേക്ക് എടുക്കുക അതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടാകില്ല എന്ന ഒരു വിലയിരുത്തലായിരിക്കുമോ ഉണ്ടാവുക? കാരണം ലീഗും മാണിയും ഒക്കെ ഇതിനോടകം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണിയിലേക്ക് എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ? PC ജോർജ് കള്ളനാണ്. അത് ഈ ലോകത്തിൽ കേരളത്തിൽ എല്ലാവർക്കും അറിയാം PC ജോർജ് കള്ളനാണെന്നുള്ള കാര്യം ഇല്ലേ? പിന്നെ കോൺഗ്രസിന്റെ കാര്യം, കോൺഗ്രസ് ഇപ്പൊ ആകെ മാറി ആരെ കിട്ടും അവരെ കൂട്ടി നടക്കുന്നത് കോൺഗ്രസ്. PC ജോർജ് ഇപ്പൊ കന്യാസ്ത്രീകളൊക്കെ എന്തൊക്കെ ചീത്ത പറഞ്ഞത്, അത് വല്ല നടപടി ഉണ്ടായ? ഒരിക്കലും ഉണ്ടാവില്ല. ശരി, ഒരു തണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. വൃത്തികെട്ട മനുഷ്യൻ ഈ കേരളത്തിൽ വേറെ ഇല്ല നേതാവായിട്ട്. ശരി, നന്ദി. ഫിറോസ കൊൽക്കത്തയിൽ നിന്ന് ബാബു ചേരുന്നു. ബാബുവിന്റെ അഭിപ്രായം എന്താണ്? പറഞ്ഞോളൂ ബാബു, കേൾക്കാം. PC ജോർജിനോട് മാപ്പ് പറയാൻ പറയും. PC ജോർജിനെ UDF ഉൾക്കൊള്ളാനുള്ള സാധ്യതയുണ്ടോ ബാബു? PC ജോർജിനെ UDF ഉൾക്കൊള്ളുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയാണ് UDF യോഗം ഇന്ന് ചേരുന്നത്. ഇതിനോടകം തന്നെ PC ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിനെ ലീഗും മാണിയുമെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ചെറു കക്ഷികളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന പൊതുവികാരവും UDF-നകത്തുണ്ട്. ഒരു പ്രേക്ഷകൻ ചേരുന്നു. ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുകയാണ്. രാധാകൃഷ്ണന്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ 15 മിനിറ്റായിട്ട് നടക്കുന്ന ഈ ചർച്ചയിൽ ഭൂരിഭാഗവും PC ജോർജിനെ പോലെ ഒരാള് കേരളത്തിലെ സംസ്കാരമുള്ള രാഷ്ട്രീയ മുന്നണികളൊന്നും തന്നെ കൂടെ ചേർത്തില്ല എന്നുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം പോലെ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം. എന്നിരുന്നാൽ തന്നെയും UDF പോലെ ഉള്ള ഒരു പ്രസ്ഥാനം PC ജോർജിനെ അവരുടെ മുന്നണിയിൽ നിന്നും ഒഴിവാക്കും എന്ന് എന്നെ പോലെയുള്ള പ്രേക്ഷകർ വിശ്വസിക്കുകയില്ല. കാരണം ഏത് രാഷ്ട്രീയ മാലിന്യത്തിന്റെ ഏത് വിഴുപ്പും ഉൾക്കൊണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ വേണ്ടി ഏത് തരത്തിലുള്ള കളികളും കളിക്കുന്ന മുന്നണിയാണ് UDF. അപ്പോൾ ആ UDF മുൻകാല ചരിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ ഇതിനേക്കാൾ ആരോപണങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്ത പാർട്ടികളെയും ഒക്കെ കൂടെ കൂട്ടി
തെരഞ്ഞെടുപ്പിനെ നേരിട്ട പ്രസ്ഥാനമാണ് UDF. LDF അദ്ദേഹം ഒരു കാലത്ത് ചേക്കാറാനായിട്ടുള്ള വൃഥാശ്രമം നടത്തിയെങ്കിലും ദീർഘവീക്ഷണമുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൂടെ കൂട്ടാതെ അദ്ദേഹത്തെ ഒഴിവാക്കി വിടുകയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ PC ജോർജിനെ എടുത്തിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ UDFനെ എത്രത്തോളം അദ്ദേഹം മുൻകാലങ്ങളിൽ അങ്ങേയറ്റം വികൃതമാക്കിയോ അതേ രീതിയിൽ അദ്ദേഹം ആക്കിയെടുത്തേനെ. അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. എന്നിരുന്നാൽ തന്നെയും UDF ഏത് വിഴുപ്പും മാലിന്യവും രാഷ്ട്രീയമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രസ്ഥാനങ്ങളെയും ചേർത്ത് പാരമ്പര്യമുള്ള UDF PC ജോർജിനെ വീണ്ടും എടുക്കുമെന്നാണ് എന്നെപ്പോലുള്ള പ്രേക്ഷകരുടെ വിശ്വാസം. നന്ദി. രാധാകൃഷ്ണൻ കണ്ണൂരിൽ നിന്ന് നൂർ മുഹമ്മദ് ചേരുകയാണ്. നൂർ മുഹമ്മദിന്റെ അഭിപ്രായം എന്താണ്? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അത് നൂർ മുഹമ്മദ്. PC ജോർജിനെ ഒരു മുന്നണിയിലും കൂട്ടും. PC ജോർജ് നൂർ മുഹമ്മദ് ഒരു PC ജോർജിനെ ഒരു മുന്നണിയിലും കൂട്ടർ. ഹലോ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. PC ജോർജിനെ ഒരു മുന്നണിയിലും കൂട്ടർ. ശരി, നന്ദി. നൂർ മുഹമ്മദാണ് പ്രതികരിച്ചത്. തിരുവല്ലയിൽ നിന്ന് ശശി എന്ന് പ്രേക്ഷകൻ ചെയ്യുന്നു. ശശിയുടെ അഭിപ്രായം എന്താണ്? PC ജോർജിനെ UDF ഉൾക്കൊള്ളാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഹലോ ശശി, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ഹലോ, പറയാം ഇപ്പോഴേ. ശരി, ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. സുമ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സുമയുടെ അഭിപ്രായം എന്താണ്? തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ PC ജോർജിനെ ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ മുന്നണിയിലേക്ക് എടുക്കാനുള്ള തീരുമാനം തന്നെയായിരിക്കുമോ ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടാവുക? തെരഞ്ഞെടുപ്പിൽ ചെറു കക്ഷികളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ഒരു പൊതുവികാരം തന്നെയാണ് UDFനകത്തുള്ളത്. പക്ഷേ PC ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിനെ ഇതിനോടകം ലീഗും മാണിയും എതിർത്തിട്ടുണ്ട്. PC ജോർജിനെ UDF ഉൾക്കൊള്ളുമോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വൈക്കത്ത് നിന്ന് ഷാജി എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷാജിയുടെ അഭിപ്രായം എന്താണ്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ ഷാജി. ഹലോ. PC ജോർജിനെ ഈ പാർട്ടിയിൽ കോൺഗ്രസിനെ എടുക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. അതിൽ PC ജോർജിനെ ഈ പാർട്ടി UDFിലേക്ക് എടുക്കുന്നത് തെറ്റായ നടപടിയാണ്. ഈ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം. അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പക്ഷേ ചെറുകക്ഷികളുടെ അടക്കം പിന്തുണ വേണം, അതിന്റെ ഒരു തീരുമാനത്തിലും നീക്കത്തിലുമാണ് UDF ഉള്ളത്. പക്ഷേ PC ജോർജിനെ എടുത്തതുകൊണ്ട് കാര്യമായ ഗുണം നേതൃത്വത്തിനുണ്ടാകില്ല എന്ന ഒരു അഭിപ്രായം തന്നെയാണ്. അതുതന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി. കോഴിക്കോട് നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രശ്നം ചേരുന്നു. ബാലകൃഷ്ണന്റെ അഭിപ്രായം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് UDF യോഗം ഇന്ന് ചേരുന്നത്. PC ജോർജിനെ മുന്നണിയിലെടുക്കുമോ, UDF PC ജോർജിനെ ഉൾക്കൊള്ളുമോ എന്ന വിഷയത്തിലാണ് പ്രതികരണം തേടുന്നത്. ബാലകൃഷ്ണൻ ചേരുകയാണ്. ബാലകൃഷ്ണൻ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? മുങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് UDF. അപ്പൊ അതിന് കിട്ടുന്ന എല്ലാ കച്ചിത്തിരുമ്പും പിടിച്ചാൽ ശ്രമിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും അന്തരീക്ഷം മരിമസമാക്കിയ ഒരു നേതാവ് ജോർജിനെ പോലെ വേറെ വ്യക്തിയില്ല. അപ്പൊ അത് ചേരുന്നത് UDFന്നെ എന്തായാലും എടുക്കുന്ന ഉറപ്പുള്ള കാര്യമാണ്. ശരി, ബാലകൃഷ്ണനാണ് കോഴിക്കോട് നിന്ന് പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് സുമ ചേരുകയാണ്. സുമയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, ശരി, കേൾക്കാം. മാഡം, ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് സംസാരിക്കാനാണെങ്കിൽ നാക്കിലൊരു എല്ലില്ലാത്ത പോലെ തന്നെ എന്തും പറയുന്ന ഒരാളാ. അപ്പോൾ ഈ വരുന്ന ഇലക്ഷന് ഏതു പാർട്ടിയും ചെറിയ ചെറിയ കക്ഷികളെ ചേർക്കാൻ തന്നെയാണ് അവർ നോക്കുന്നത്, അധികാരം കൈയാളാൻ വേണ്ടി. പക്ഷേങ്കിൽ ഈ PC ജോർജ് എടുക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല, ഒരു താല്പര്യവുമില്ല കേട്ടോ. ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, സുമയാണ് പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ബിനു എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ബിനുവിന് എന്താണ് പറയാനുള്ളത്? PC ജോർജിനെ ഒരു കക്ഷിയിലും, ഏത് കക്ഷിയിലെന്നല്ല, ഒരു കക്ഷിയിലും ചേർക്കേണ്ട കാര്യമില്ല. അത് എല്ലാ പാർട്ടികളും ഉൾക്കൊണ്ട് അതായത് ഏത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് ബിനു എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. PC ജോർജിനെ UDF ഉൾക്കൊള്ളുമോ എന്ന വിഷയത്തിലായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം തേടിയത്. ഇന്ന് വിളിച്ച ഒട്ടുമിക്ക പ്രേക്ഷകരും അദ്ദേഹത്തെ UDF നേതൃത്വത്തിലേക്ക് എടുത്തതുകൊണ്ട്, മുന്നണിയിലേക്ക് എടുത്തതുകൊണ്ട് കാര്യമായ ഗുണം പാർട്ടിക്ക് ചെയ്യില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉണ്ടായത്.
മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേളയ്ക്ക് മോർണിംഗ് പ്രൈം ടൈമിലേക്ക് വീണ്ടും. ചെമ്പിരിക്ക ഖാസി CM അബ്ദുള്ള മൗലവിയുടെ കൊലപാതകത്തിൽ കുറ്റവാളികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങാൻ സമസ്ത തീരുമാനം. ഫെബ്രുവരി 1 കോഴിക്കോട് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. സംഭവത്തിൽ സമസ്തയുടെ മൌനത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ഖാസിയുടെ മകൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ചെമ്പിരിക്ക ഖാസി CM അബ്ദുള്ള മൗലവിയുടെ മരണം കൊലപാതകമാണെന്ന് സമസ്ത ഉറച്ചു വിശ്വസിക്കുന്നതായി പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. മരണം ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയ CBI അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി 2 തവണയും തള്ളിയിരിക്കുകയാണ്. മൗലവിയുടെ കൊലപാതകികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് സമസ്ത പ്രസിഡന്റ് അറിയിച്ചു. ആ കൊലപാതകരാരാന്നുള്ളത് തെളിയിക്കപ്പെടുന്നതുവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളും ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 കോഴിക്കോട് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ച് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് തീരുമാനം. 2010 ഖാസിയെ ചെമ്പിരിക്ക കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. മരണം ആത്മഹത്യയാണെന്ന് പ്രചരിപ്പിക്കാൻ കാസർഗോഡ് ജില്ലയിലെ സമസ്ത നേതാവ് ശ്രമിച്ചുവെന്ന് ഖാസിയുടെ മകൻ മുഹമ്മദ് ഷാഫി നേരത്തെ ന്യൂസ് 18 വെളിപ്പെടുത്തിയിരുന്നു. കൊലപാതകികളെ കണ്ടെത്താൻ നടത്തുന്ന പ്രക്ഷോഭങ്ങളോട് സഹകരിച്ചില്ലെന്നും ആരോപണമുണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സമസ്ത പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. നിപ്പ കാലത്ത് ജോലി ചെയ്തവരെ പിരിച്ചുവിട്ട നടപടിക്കെതിരായ സമരം ശക്തമാകുന്നു. രാപ്പകൽ സമരം തുടങ്ങി 2 ആഴ്ചയാകുമ്പോഴും അനുകൂല നടപടിയില്ലാത്തതിനാൽ സമരസമിതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. പക്ഷേ നിപ്പയുടെ സമയത്ത് വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനമാണ് അവരെല്ലാവരും നടത്തിയത്. അപ്പോൾ അവരെ ഒഴിവാക്കേണ്ട എന്നുള്ളത് തന്നെയാണ് സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ലേശം നഷ്ടം സഹിച്ചിട്ടായാലും അവരെ നിലനിർത്താൻ, പക്ഷേ അവരെ സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. നിപ്പ ആ സമയത്ത് ജോലി ചെയ്ത തൊഴിലാളികൾ, അതിനിപ്പോൾ ഒരു സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾക്കെല്ലാം അറിയാം, താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് വിരുദ്ധമായിട്ടുണ്ട്. നിപ്പ തൊഴിലാളികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം 10ാം ദിവസത്തിലെത്തിയപ്പോഴായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ പിന്നീട് മെഡിക്കൽ കോളേജ് അധികൃതർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതോടെയാണ് സമരസമിതി നിരാഹാരത്തിലേക്ക് നീങ്ങിയത്. ഇനി ആരോഗ്യമന്ത്രിയുടെയോ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന സമരസമിതി. ഇവരെ ഈ നിലപാട് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മന്ത്രി തലത്തിലുള്ള ആളുകളായിട്ട് കിട്ടുന്ന നിലപാടും ഇവരുടെ നിലപാടും രണ്ടായിട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവരായിട്ടൊരു ചർച്ച വേണ്ടെന്നുള്ളതിന് അഭിപ്രായം. ആ മന്ത്രി തലത്തിലുള്ള ആരെങ്കിലും അല്ല ആരോഗ്യ മന്ത്രാലയത്തിലുള്ള ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ചൊരു ചർച്ച നടത്തുകയാണെങ്കിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വേണോ എന്ന് ആലോചിച്ചിട്ടുള്ള തീരുമാനം എടുക്കാമെന്നല്ല. നിപ്പ കാലത്ത് ശുചീകരണ തൊഴിലാളിയായി സേവനം ചെയ്ത രജീഷ് BP യാണ് നിരാഹാരം കിടക്കുന്നത്. പ്രതിഷേധ സൂചകമായി നിപ്പ കാലത്തെ സേവനത്തിന് സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് നൽകിയ പ്രശസ്തി പത്രവും സമരപന്തലിലുണ്ട്. സ്ഥിരം നിയമനത്തിന് തടസ്സമുണ്ടെങ്കിൽ പിരിച്ചുവിട്ട 42 പേരെയും കരാറടിസ്ഥാനത്തിലെങ്കിലും തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമല ക്ഷേത്രം അടച്ചുപൂട്ടി വന്യമൃഗങ്ങൾക്ക് നൽകുകയാണ് വേണ്ടതെന്ന് പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരി അനിത നായർ. വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുവാനാണ് ശബരിമല സമരങ്ങളെന്നും അനിത നായർ പാലക്കാട് പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തെ ചൊല്ലി തർക്കമുണ്ടാക്കുന്നതിന് പകരം വനമേഖലയിലെ ക്ഷേത്രം പൂട്ടി വന്യമൃഗങ്ങൾക്ക് മാത്രമായി പ്രദേശം വിട്ടുനൽകണമെന്ന് അനിത നായർ. അവിടെ ആണുങ്ങളും പ്രവേശിക്കേണ്ട, പെണ്ണുങ്ങളും പ്രവേശിക്കേണ്ട, അമ്പലം പൂട്ടിയിടുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഇത് പുലികൾക്ക് വിട്ടുകൊടുക്കുക. എല്ലായിടത്തും സ്ത്രീകൾക്ക് തുല്യാവകാശമുണ്ട്. സ്ത്രീകൾ കടക്കണ്ട എന്ന് പറയുന്ന ദൈവത്തെ നമുക്ക് ആവശ്യമുണ്ടോ എന്നും ചോദ്യം. എവിടെ വേണമെങ്കിലും ഒരു പുരുഷൻ പോണ സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പോവാം. അതുകൊണ്ട് എന്താ പറയുക, ഒന്നും വ്യത്യാസമാവാനൊന്നും പോണില്ല. അങ്ങനത്തെ ഒരു ദൈവത്തിനെ നമുക്ക് ആവശ്യമുണ്ടോ? വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുന്നതിനുള്ള സമരമാണ് ശബരിമലയിൽ നടക്കുന്നതെന്നും അനിത നായർ പറഞ്ഞു. It is becoming an electoral politics. It's not about belief. It's not about humanity. It's not about women empowerment or women's rights. ശബരിമല പോലുള്ള വിഷയങ്ങളിൽ പല സാഹിത്യകാരന്മാരും മൗനം പാലിക്കുന്നത് വായനക്കാരെ നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണമാണെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ KSRTC ചീഫ് ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന തട്ടുകടകൾ പോലീസിനെ ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. വീണ്ടും കടകൾ സ്ഥാപിക്കാതിരിക്കാൻ KSRTC ബസ്സുകളും കാൽനടപ്പാതയോട് ചേർത്ത് പാർക്ക് ചെയ്തു. 30 വർഷത്തോളം തട്ടുകട നടത്തി ജീവിച്ചിരുന്നവർ ഇതോടെ പ്രതിസന്ധിയിലായി. എനിക്ക് 2 പെൺകുട്ടികളാണ്. ആറ്റങ്ങളെ കാര്യം നോക്കാനും ഒന്നിന്റെ ഭർത്താവും മരിച്ച് ഞാനാണ് നോക്കുന്നത്. അപ്പം ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. 10 വർഷമായി KSRTC ചീഫ് ഓഫീസിന് മുന്നിൽ ചായക്കട നടത്തിയിരുന്നതാണ് അംബിക. ഇന്ന് ചായക്കടയുടെ സ്ഥാനത്തുള്ളത് KSRTC ബസ്സുകൾ. പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലികമായി പോലീസ് കടകൾ മാറ്റിയത്. എന്നാൽ ഇതിനിടെ സ്ഥലത്ത് KSRTC ബസ്സുകൾ MD ടോമൻ ജെ തച്ചങ്കരിയുടെ നിർദ്ദേശപ്രകാരം പാർക്ക് ചെയ്തു. ഞങ്ങളൊരു 10-20-30 കൊല്ലം പെട്ടെന്ന് ഒരു ആക്രമണം ഇത് നടന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് മാറ്റി തന്നേ പറ്റും. ഞങ്ങൾ ഇവിടെ ജീവിച്ചേ പറ്റൂ. ഇവിടെ കംപ്ലീറ്റ് വാലി വെച്ചിരുന്നു.
മോഡി സാർ പോണുണ്ട് വേദി വെച്ചത്. അപ്പോൾ ഇതെല്ലാം ഈ ട്രാൻസ്പോർട്ട് ജീവനക്കാർ തന്നെ പൊളിച്ചു മാറ്റി സൈഡിൽ അടുക്കി ഈ ബസ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. അപ്പോൾ നമ്മൾ തട്ടുകൊണ്ട് വെച്ചപ്പോൾ അതിനെയും തട്ടി മാറ്റിയിട്ട് വെച്ച് നമ്മൾ വയ്ക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഇതെല്ലാം മോളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് നമ്മൾ ചെയ്തു. വണ്ടി ഇടിച്ച് ഞങ്ങൾ തട്ട് വെക്കാൻ വേണ്ടി ഇതാ ഈ ഞങ്ങൾ 2 പയ്യന്മാർ മേശ എടുത്ത വെച്ചോ നിൽക്കുകയാണ്. അതിനങ്ങ് തട്ട് മാറ്റി ഈ ബസ് സങ്കടമുണ്ട്. KSRTCയുടെ മുന്നിൽ ഇനി കട നടത്താൻ അനുവദിക്കില്ലെന്ന് KSRTC MD വ്യക്തമാക്കി. ടോമിൻ ജെ തച്ചങ്കരിയുടെ നിർദ്ദേശപ്രകാരമാണ് കടകൾ മാറ്റിയതെന്ന് തിരുവനന്തപുരം മേയറും പറഞ്ഞു. നോട്ടീസ് പോലും നൽകാതെയായിരുന്നു കടയൊഴിപ്പിക്കൽ. കട നടത്തിയിരുന്നവർ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം.